ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ കുടുംബനാഥനും കുടുംബനായികയും ഇരുന്ന് കരയുകയാണ്. എന്ത് പറ്റിയോ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, അവർക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്. അന്ന് 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്ന ദിവസമാണ്. അവൻ തോറ്റുപോയി. അവരെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയെല്ലാം തകർന്നു. അതിൻ്റെ പേരിലാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ മനസ്സിലോർത്തു, അപ്പനും അമ്മയും ഇതുപോലെ കരയുകയാണെങ്കിൽ തോറ്റവൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ അപ്പനോടും അമ്മയോടും ചോദിച്ചു, ഈ മകൻ പരീക്ഷയെ തോറ്റ് എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് രാവിലെ അവൻ വന്ന് പറഞ്ഞു. തുടർന്ന് ഞാൻ വീണ്ടും ചോദിച്ചു, എന്നിട്ട് മകൻ എങ്ങോട്ട് പോയി? അപ്പോൾ അവർ പറയുകയാണ്, അവൻ വീടിൻ്റെ പുറകിലുള്ള കളിക്കളത്തിൽ പൊരുത് കളിക്കുന്നുണ്ട് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബന്ധമാണ് നമുക്ക് കൂടുതൽ ദുഃഖമുണ്ടാക്കുന്നത്. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് പഴയ നിയമം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പാപം വഴി ഭയം വരുന്നു, ലജ്ജ വരുന്നു. പാപം വഴി പറുദീസ നഷ്ടപ്പെടുന്നു. പാപം വഴി കുടുംബത്തിൽ കലാപങ്ങളുണ്ടാകുന്നു, തിന്മകൾ പെരുകുന്നു, നഗരങ്ങൾ തന്നെ നശിക്കുന്നു, ശാപം വരുന്നു, രോഗം വരുന്നു, തകർച്ചകളുണ്ടാകുന്നു. ഇങ്ങനെ പാപം ചെയ്തതിൻ്റെ ഫലമായി എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്ന് പഴയ നിയമത്തിലുടനീളം ഓരോ നാളുകളിലും നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, പാപം ചെയ്താൽ മനുഷ്യനെന്ത് സംഭവിക്കും എന്നല്ല, പാപം ചെയ്താൽ ദൈവത്തിനെന്ത് സംഭവിക്കും, യേശുവിന് എന്ത് സംഭവിക്കും എന്നതാണ് പുതിയ നിയമം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അതെന്താണ്? മനുഷ്യൻ പാപം ചെയ്താൽ യേശുവിൻ്റെ തലയിൽ മുൾമുടിയും കൈകാലുകളിൽ ആണിപ്പെടുന്നുണ്ടാകാൻ കാരണം എന്താണ്? കാരണം വളരെ വ്യക്തമാണ്. അത്രയ്ക്ക് വലിയൊരു ബന്ധമാണ് യേശുവിന് നമ്മോടുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കി ഇതാ ഈ ബന്ധത്തിൻ്റെ ആഴം വായിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. എത്രയോ വലിയൊരു ബന്ധമാണ് യേശുവും നമ്മളും തമ്മിൽ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ജീവിതം നമ്മുടെ എന്തെങ്കിലും കഴിവുകൾ കൊണ്ട് വിജയിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ജീവിതം അല്ല. നമ്മുടെ ഈ ജീവിതം യേശുവിനോടുകൂടി വിജയിപ്പിക്കുവാൻ, ക്രിസ്തുവിനോടുകൂടി വിജയിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷേ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുകയും നമ്മുടെ എനർജി നാം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടാകാം. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബന്ധമായ യേശുവുമായുള്ള ബന്ധം, ഈ ബന്ധം എന്തുമാത്രം എൻ്റെ ജീവിതത്തിൻ്റെ അനുനിമിഷങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൽ ഞാൻ എന്തുമാത്രം ഈ ബന്ധം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഈ ബന്ധം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഈ ബന്ധത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെയും, ലൂക്കായുടെ സുവിശേഷം 15 നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുന്നുണ്ട്. ആ ഉപമ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരുപക്ഷേ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, അവസാനം അവൻ ഒരു ബന്ധം തിരഞ്ഞെടുത്തു എന്ന്. ഹല്ലേലൂയ. ദാനങ്ങൾ തിരഞ്ഞെടുത്തു കൊണ്ടുപോയ
ആ ധൂർത്തപുത്രൻ അവസാനം ഒരു ബന്ധമാണ് തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് അവൻ്റെ ജീവിതത്തെ വിജയിപ്പിച്ചത്. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ബന്ധം യേശുവിനോടുള്ള ബന്ധമാണ് എന്ന്. ഈ ബന്ധത്തിൽ നിന്നാണ് മറ്റെല്ലാ ബന്ധങ്ങളും നമുക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ മറ്റെല്ലാ ബന്ധങ്ങളും രണ്ടാം തരം ബന്ധങ്ങളാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ ബന്ധം യേശുവുമായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ ഒന്നാമത്തെ ബന്ധം ഓർക്കാതെ രണ്ടാമത്തെ ബന്ധം ഓർത്താൽ അത് ഒരു ബന്ധനമായി മാറാൻ ഇടയുണ്ടാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഒന്നാമത്തെ ബന്ധം യേശുവിനുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിൽ നിന്നാണ് മറ്റെല്ലാ ബന്ധങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഈ ഒന്നാമത്തെ ബന്ധമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലപ്പോഴെല്ലാം നമ്മൾ ഒന്നാമത്തെ ബന്ധം ഓർക്കാതെ രണ്ടാമത്തെ ബന്ധത്തെക്കുറിച്ച് ഓർത്തിരുന്ന് കരയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെയും, നമ്മുടെ ഒന്നാമത്തെ ബന്ധം യേശുക്രിസ്തുവുമായുള്ള ബന്ധമായി മാറുമ്പോഴാണ് നമ്മുടെ സന്യാസ വിളിക്ക് പ്രസക്തിയും അർത്ഥവും ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ തിരഞ്ഞെടുക്കുവാനുള്ള വിളിയെ അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോരോ സന്ദർഭങ്ങളിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോ നിമിഷങ്ങളിലും ഇതാ നമ്മൾ യേശുവിനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു വിളി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ മിശിഹാ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ജനം ബറാബാസിനെ തിരഞ്ഞെടുത്തു, യേശുവിനെ ഉപേക്ഷിച്ചു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ മുമ്പിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും എല്ലാം യേശുവിനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സന്ദർഭമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. നാം യേശുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ അസ്വസ്ഥതകളെല്ലാം നീങ്ങിപ്പോകുന്നു. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലായാലും ശരി, ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലായാലും ശരി, നമ്മുടെ മനസ്സ് സൗഖ്യം പ്രാപിക്കുന്നത് നാം ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ നിമിഷമാണ് എന്ന് തിരിച്ചറിയുകയും ഞാൻ ഈ സന്ദർഭത്തിൽ ഏതൊന്നിനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ചോദ്യം ഉയർത്തിക്കഴിഞ്ഞാൽ, ഞാൻ യേശുവിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ ആ നിമിഷം വരെയും നമുക്കുണ്ടായിരുന്ന എല്ലാ ക്രൈസിസും അവസാനിക്കുന്നു, നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. തന്നെയുമല്ല, ആ ബന്ധം നമ്മുടെ മുമ്പിൽ മുന്നോട്ട് പോകുവാനുള്ളൊരു വഴി ഇതാ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാഭാവികമായും നമ്മൾ നിരന്തരമായ ഒരു തെരഞ്ഞെടുപ്പിന് നടത്തേണ്ടവരാണ് ഓരോ നിമിഷവും. നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ തലയെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തലയ്ക്കകത്ത് എന്താണ് കിടക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് എന്തെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ, നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയെല്ലാം കടന്നു പോയിട്ടുണ്ടോ,
അവയെല്ലാം നൽകിയ കുറേ അനുഭവങ്ങൾ മാത്രമാണ് ഈ തലയ്ക്കകത്ത് കിടക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിലെ നിരവധിയായ അനുഭവങ്ങൾ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ തല. അതുകൊണ്ട് നമ്മൾ തലയോട് ആലോചന ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്രയൊക്കെ ഉത്തരം തരാനായിട്ട് ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ തലയോട് നാം ആലോചന ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നൽകിയ അനുഭവങ്ങളാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊന്നും നമ്മൾ ആരാണെന്നോ നമ്മുടെ വിളി എന്താണെന്നോ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നോ ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അവരൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതൊക്കെയാണ് തലയ്ക്കകത്ത് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ഈ അനുഭവങ്ങൾ അതിനേക്കെതിരമാക്കിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യം നമ്മുടെ തലയ്ക്ക് കാണിച്ചു തരാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. ഇതാ യേശു അവിടെ വസിക്കുന്നു. ഈ യേശു നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനം 32:8 അതാണ് നമ്മോട് പറയുന്നത്. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി പതിപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഹല്ലേലൂയ. ജെറമിയ 33:3 നമ്മൾ വായിക്കുന്നു, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അതെ, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശോയിലേക്ക് നമ്മൾ നോക്കുക. ആ കർത്താവിനെ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നവനാണ് ഈ ദൈവം. പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ കേൾക്കാൻ പഠിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ പരിശീലനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ കേൾക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ തലയിലുള്ള നമ്മുടെ ഫോഴ്സ് കൊടുക്കാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കാൻ തയ്യാറാകുക. ഇതാ യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ആരാണ് ഈ യേശു? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മുൾപ്പടർപ്പിൽ ഉയർന്ന തീജ്വാലയിൽ നിന്നുകൊണ്ട് ദൈവം മോശയോട് സംസാരിച്ചു. അവസാനം മോശ ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ദൈവം പറഞ്ഞു, എൻ്റെ പേര് ഞാൻ ആകുന്നവൻ എന്നാണ്. ഹല്ലേലൂയ. ഇതുപോലെ ഉത്തരം നൽകിയ ഒരു ദൈവം ചരിത്രത്തിലില്ല. ഞാൻ ആകുന്നവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പുതുനിയമം ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശയോട് സംസാരിച്ച ദൈവം ഞാൻ ആകുന്നവനാണ് എന്ന് പറഞ്ഞെങ്കിൽ, ഈ ദൈവം യേശു ഇതാ എത്രയോ പ്രാവശ്യം ഇതാ തൻ്റെ നാമം, തൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ യേശു പറഞ്ഞു, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഈ യേശു പറഞ്ഞു, ഞാൻ രക്ഷകനാണ്. ഈ യേശു പറഞ്ഞു, ഞാൻ പാപമോചകനാണ്. ഈ യേശു പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയോട് സംസാരിച്ച ഈ ദൈവം തന്നെയാണ് ഇതാ ഓരോ പ്രാവശ്യവും ഞാൻ വഴിയാണ്,
ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ് എന്ന് പറയുമ്പോൾ നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ നാമം അവൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലാസറിന്റെ വീടിനെ മുറ്റത്തുനിന്നുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് യേശു ലാസറിന്റെ കുഴിമാടത്തിലേക്ക് ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് ശക്തി അവിടെ വ്യാപരിച്ചു. ലാസർ ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ പിടിക്കുവാനായി പടയാളികൾ വന്നപ്പോൾ ഈശോ ശിഷ്യന്മാരുടെ കൂടെ നിന്ന് യേശു പറഞ്ഞു, അവൻ ഞാനാകുന്നു എന്ന്. തൽക്ഷണം ആ പടയാളികൾ താഴെ മറിഞ്ഞു വീണു. ഹല്ലേലൂയ. എപ്പോഴെല്ലാം അവൻ തന്നെ നാമം വെളിപ്പെടുത്തുന്നു, അപ്പോഴെല്ലാം അവിടെ ശക്തി പുറപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത്. സുന്ദരകവാടം ദേവാലയത്തിന് നടയിൽ ഇരുന്ന ജന്മന മുടന്തനായ വ്യക്തി പത്രോസും യോഹന്നാനും കൂടി ആ നടയിലൂടെ പോകുമ്പോൾ ആ മുടന്തൻ കൈനീട്ടി ഭിക്ഷയാണ് അവൻ ചോദിച്ചത്. എന്നാൽ പത്രോസും യോഹന്നാനും അവനോട് പറഞ്ഞു, നിനക്ക് തരുവാൻ വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ചു. തൽക്ഷണം അവൻ സൗഖ്യം പ്രാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ ജന്മന മുടന്തനായവൻ നടക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അടുക്കലേക്ക് ഓടി. പത്രോസും യോഹന്നാനും അവരോട് പറഞ്ഞു, ഞങ്ങളല്ല, അവൻ്റെ നാമമാണ് അവനെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ യേശു തൻ്റെ നാമം, ദൈവം തൻ്റെ നാമം യേശുവിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം സ്വയം അവകാശപ്പെട്ട ഒരു വ്യക്തി ലോക ചരിത്രത്തിലില്ല. ലോക ചരിത്രത്തിൽ ഒരു പുസ്തകത്തിലും ഇതുപോലെ അവകാശപ്പെട്ട ഒരു വ്യക്തി ഇല്ല. ഹല്ലേലൂയ. എന്തെല്ലാമാണ് യേശു അവകാശപ്പെട്ടത്? ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ രക്ഷകനാണ്, ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ജീവനാണ്, ഞാൻ വെളിച്ചമാണ്. ഇങ്ങനെ എല്ലാം യേശു അവകാശപ്പെട്ടു. ഈ അവകാശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സർവമഹത്വവും എല്ലാ അധികാരവും എല്ലാ പ്രഭുത്വവും അവൻ്റേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാറ്റിനും ഉപരിയായി നമ്മൾ അവിടുത്തെ കാണുവാനും അവിടുത്തെ സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മളെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാനാണ് വഴി എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ തന്നെയാണ് വഴിയെ. യേശു എന്ന വ്യക്തിയാണ് വഴിയെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആശയമല്ല വഴിയെ, പിന്നെയോ ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ വഴിയെ. ഞാൻ ചിലപ്പോൾ കാണാറുണ്ട് ചില രോഗികളായിട്ടുള്ള വ്യക്തികൾ. സ്വാഭാവികമായും അവരെ രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഒരിക്കൽ ഒരു രോഗിയോട് ഞാൻ പറഞ്ഞു, അയാൾ സൗഖ്യത്തിന് വേണ്ടി 1.5 വർഷമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സൗഖ്യം യേശു തന്നെയാണ് എന്ന് യേശു വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ,
അപ്പം അതുകൊണ്ട് സൗഖ്യം യേശു തന്നെയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നീ യേശുവിന് വേണ്ടിയിട്ടാണ് ദാഹിക്കേണ്ടത്. കാരണം സൗഖ്യം യേശുവാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് സൗഖ്യം. അങ്ങനെയാണെങ്കിൽ നീ ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ദാഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കർത്താവിൻ്റെ കൃപ അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് ഈ യേശുവിന് മഹത്വം കൊടുക്കുന്ന ജീവിതമാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അവർ ദൈവത്തെ ദൈവമായി ആരാധിക്കുകയോ അവിടത്തേക്ക് മഹത്വം കൊടുക്കുകയോ ചെയ്യാത്തതിനാൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്കായി കൈവിട്ടിരിക്കുന്നു എന്ന്. അതെ, മഹത്വവും സ്തുതിയും സ്തോത്രവും ദൈവത്തിനുള്ളതാണ്. ആരാധന ദൈവത്തിനുള്ളതാണ്. മഹത്വം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയരണം. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് വെളിച്ചം, ഞാനാണ് സൗഖ്യം, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് രക്ഷകൻ. അതിനാൽ മറ്റൊന്നിലേക്ക് നോക്കാതെ നാം യേശുവിലേക്ക് നോക്കാനും ഈ ബന്ധത്തിൽ വളരുവാനും അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അവനെ ഏറ്റുപറയുവാനും നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. മറ്റെല്ലാം നമ്മുടെ തലയിൽ നിന്ന് പോകണം. യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവും ഭരണാധികാരിയും രക്ഷകനും നാഥനും സർവസ്വവുമായി യേശു മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം സ്ഥാനത്തേക്ക് യേശുവിനെ ഏറ്റുപറഞ്ഞ് പ്രതിഷ്ഠിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, യേശുവേ എൻ്റെ രക്ഷക, യേശുവേ എൻ്റെ നാഥ, യേശുവേ 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഈ യേശുവിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ യേശുവിനെ തേടുന്ന, ഈ യേശുവിനെ സ്വീകരിക്കുന്ന ജീവിതമായി മാറേണ്ടതായിട്ടുണ്ട്. ഈ ബന്ധത്തിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എല്ലാ ബന്ധങ്ങളും, നമ്മുടെ കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം യേശുവിലേക്കുള്ള വളർച്ചയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഒരേ ഡയറക്ഷനിലേക്ക് നോക്കുന്നവരാണ്. ഒരേ ഡയറക്ഷനിലേക്ക് നോക്കുന്ന, യേശുവിലേക്ക് നോക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും തന്നെ യേശു എന്ന ലക്ഷ്യത്തിലേക്ക് നോക്കുന്നവരായി മാറേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ബന്ധങ്ങൾ നമ്മളെ യേശുവിലേക്ക് തിരിച്ചു വിടേണ്ടതാണ്. ഒരു ബന്ധത്തിലും നമ്മളാരും സംതൃപ്തരല്ല. ലോകത്തിൽ ഒരു മനുഷ്യ വ്യക്തിക്കും ആരെയും തൃപ്തിപ്പെടുത്തുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത്
ആരും തന്നെ സംതൃപ്തരാകുകയില്ല. ഹല്ലേലൂയ. പരാതി, പരിഭവം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകും. കാരണം നമ്മളെല്ലാവരും തന്നെ ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്, പോരായ്മകളുള്ളവരാണ്. ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് യേശുവിലേക്ക് നോക്കുന്നവരാണ്, ഒരേ ഡയറക്ഷനിലേക്ക് നോക്കുന്നവരാണ്. നമ്മുടെ ബന്ധങ്ങൾ ഇതാ നമ്മൾ ആരുമായിട്ടാണോ കൂട്ടുകെട്ടുള്ളത്, നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ താമസിക്കുന്നത്, ആ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ വ്യക്തിയുടെയും നന്മകൾ ദൈവോന്മുഖമായി തിരിച്ചുവിടുവാനായിട്ട്, ദൈവത്തിലേക്ക് തിരിച്ചുവിടുവാനായിട്ട് ഇതാ ഉള്ള വിളിയാണ് പരസ്പരം നമുക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ആരുമായിട്ടാണോ സ്നേഹത്തിലായിരിക്കുന്നത് അവരെ യേശുവിലേക്ക് തിരിച്ചുവിടുന്ന വ്യക്തികളായി നമ്മൾ മാറേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കൂട്ടുകെട്ടും നമ്മളിലുള്ള ഏറ്റവും നല്ലതിനെ ഇതാ പൊക്കിയെടുക്കുവാനും അത് യേശുവിലേക്ക് തിരിച്ചുവിടുവാനും സഹായിക്കുന്ന ബന്ധങ്ങളായി മാറേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ബന്ധങ്ങൾ ഇതര വ്യക്തിയിലുള്ള ഏറ്റവും ഉന്നതമായതിനെയും ഏറ്റവും നന്മയെയും വളർത്തിക്കൊണ്ടുവരുന്ന പൊക്കിയെടുക്കുന്ന ബന്ധങ്ങളാണോ പരിശോധിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ചില ബന്ധങ്ങളെല്ലാം ചിലരിലുള്ള ദേഷ്യത്തെ പൊക്കിയെടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറിഞ്ഞു കിടക്കുന്ന പല തിന്മകളെയും പൊക്കിക്കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ധ്യാനത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലും വ്രതങ്ങളുടെ വെളിച്ചത്തിലും എല്ലാം പരിശോധിച്ചേക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടത് നിന്റെ ജീവിതത്തെ യേശുവിനായിട്ട് കൊടുത്തിട്ടുണ്ടോ? യേശുവാണോ നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യമാണ് നാം പരിശോധിക്കേണ്ടത്. ലക്ഷ്യം പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ തെറ്റുകൾ കാണാനായിട്ട് കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറേ നാളുകൾക്ക് മുമ്പേ ഞാനൊരു വൈദികനുമായി സംസാരിക്കുകയായിരുന്നു. അതേ ഒരു സന്യാസ വൈദികനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ കുമ്പസാരിക്കാൻ പാപമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനതിന് രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുർബാന ചെല്ലുന്നു, പിന്നെ പോയി കിടന്നുറങ്ങുന്നു, പിന്നെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോയി കിടന്നുറങ്ങുന്നു. ഒരു വ്യക്തിയായിട്ട് ഞാൻ വഴക്കുണ്ടാക്കാറില്ല, ആരെയും ഒരു ശല്യവും ചെയ്യാറില്ല, എൻ്റെ മുറിന്ന് ഞാൻ പുറത്തിറങ്ങാറുമില്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എത്ര നാളിരുന്ന് പരിശോധിച്ചാലും നമ്മുടെ പ്രമാണങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഒരു തെറ്റും കാണാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഡയറക്ഷൻ എങ്ങോട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എങ്ങോട്ട്, വ്യക്തമായ ഒരു സമർപ്പണത്തിൽ നിന്നാണ് ഈ ലക്ഷ്യബോധം ഉണ്ടാകുന്നത്. ലക്ഷ്യബോധം ഇല്ലാതാണ് കമ്മ്യൂണിറ്റി തകരാനുള്ള കാരണം. കമ്മ്യൂണിറ്റിയിൽ ലക്ഷ്യബോധമില്ല എങ്കിൽ സഹോദരങ്ങളെ കമ്മ്യൂണിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് ലക്ഷ്യബോധമുണ്ടായിരിക്കണം. എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഇത് തന്നിരിക്കുന്നത്? അതുകൊണ്ട് ഈ ലക്ഷ്യബോധം ഉണ്ടാകുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ബന്ധം വിച്ഛേദിച്ച് കടന്നാൽ ലക്ഷ്യബോധം ഉണ്ടാകില്ല. ഒരു മരത്തിൻ്റെ കമ്പ് മുറിഞ്ഞ് താഴെ കിടക്കുകയാണ്.
വഴിയെ പോകുന്ന എല്ലാവരോടും ഈ കമ്പ് ചോദിക്കുകയാണ്, ചേട്ടാ ചേച്ചി അവിടെ നിന്നേ, എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് പറയാവോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിന്നെക്കുറിച്ചുള്ള പദ്ധതിയൊന്നും നീ അന്വേഷിക്കാതിരിക്കുക നല്ലത്. കുറച്ച് കഴിയുമ്പോൾ നീ അവിടെ കിടന്ന് ഉണങ്ങിക്കോളും, കുറേ കഴിയുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി ഇതിനെ കത്തിച്ചോളൂ, അത് തന്നെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരെ മറിച്ച് ആ കമ്പ് തായ്തണ്ടിനോട് ചേർന്നിരുന്നാൽ അത് ലക്ഷ്യത്തിൽ തന്നെയാണ്, അത് ലക്ഷ്യത്തിൽ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. തായ്തണ്ടിനോട് ചേർന്നിരിക്കാത്ത ഒരു കമ്പിന് ലക്ഷ്യമന്വേഷിക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ബന്ധമാണ് നമുക്ക് ലക്ഷ്യബോധം നൽകുന്നത്, ഒരു ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന് ദിശാബോധമുണ്ടാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.